സൊല്യൂഷൻ ഓഫ് ഹോമോജീനിയസ് ഇക്വേഷൻസ് എന്ന് പറയുന്ന സെക്ഷനാണ് ഇനി എടുക്കുന്നത്. അപ്പം ഹോമോജീനിയസ് ഇക്വേഷൻസ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു ഈക്വൽ ടു 0 വരുന്ന ടൈപ്പ് ഇക്വേഷൻസ് ആണ്. അപ്പം നോൺ ഹോമോജീനിയസിൻ്റെ കേസിൽ സൊല്യൂഷൻ കാണുന്നത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ. സോ ഹോമോജീനിയസ് ആണെങ്കിൽ എങ്ങനെ സോൾവ് ചെയ്യാമെന്നുള്ളത് പ്രോബ്ലത്തിൽ നിന്ന് നമുക്ക് അതിൻ്റെ സ്റ്റെപ്പിലോട്ട് കിടക്കാം. അപ്പോൾ ഫസ്റ്റ് പ്രോബ്ലം തന്നെ നോക്കൂ. നമ്മളോട് സോൾവ് ചെയ്താൽ പറഞ്ഞിരിക്കുന്ന ഒരു ഇക്വേഷനാണത്. അപ്പോൾ എല്ലാത്തിനും ഈക്വൽ ടു 0 ആണ് വന്നിരിക്കുന്നത്. സോ വാരിയബിൾസ് അല്ലാതെ ഉള്ള വാല്യൂസ് 0 ആണെങ്കിൽ നമുക്കതാണ് ഹോമോജീനിയസ് ഇക്വേഷൻസ് എന്ന് പറയുന്നത്. അങ്ങനെ തന്നു കഴിഞ്ഞാൽ ആദ്യം തന്നെ നമ്മൾ ആസ് യൂഷ്വൽ എയും എക്സും രണ്ട് മെട്രിക്സുകൾ എഴുതുക. എ എന്ന് പറയുന്ന മെട്രിക്സ് XYZ Wൻ്റെ കോയിഫിഷ്യൻസ്, പിന്നെ എക്സ് എന്ന് പറയുന്ന മെട്രിക്സ് ഏതൊക്കെയാണോ വാരിയബിൾസ് ഉള്ളത് അതിൻ്റെ മെട്രിക്സ്, പിന്നെ ഈക്വൽ ടു ബി എന്ന് പറയുന്ന മെട്രിക്സ് ഇവിടെ എന്താണ് 0 മെട്രിക്സ് ആണ്. സോ അതിനവിടെ വലിയ പ്രാധാന്യമൊന്നും തന്നെ ഇല്ല, അത് എഴുതണം നിർബന്ധമില്ല. സോ എയും എക്സും എഴുതി കഴിഞ്ഞാൽ സാധാരണ നമ്മൾ ഓഗ്മെൻറ്റഡ് മെട്രിക്സ് A⁻B എഴുതിയിട്ടായിരുന്നു ചെയ്തിരുന്നത് നോൺ ഹോമോജീനിയസ് ആയിരുന്നപ്പോൾ. ഹോമോജീനിയസ് ആകുമ്പോൾ നമുക്ക് എ എന്ന് പറയുന്ന മെട്രിക്സ് എഴുതി അതിൻ്റെ എഷലോൺ ഫോമിലോട്ട് മാറ്റിയിട്ടാണ് നമ്മൾ പ്രോബ്ലം ചെയ്യുന്നത്. അപ്പോൾ എ എന്ന് പറയുന്ന മെട്രിക്സ് ആണ് ഈ മെട്രിക്സ്. അതിനെ നമ്മൾ ഇത്രയും ഓപ്പറേഷൻസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടുന്ന മെട്രിക്സ് ആണ് ഇതെന്ന് പറയുന്നത്. അപ്പം അതിനെ വീണ്ടും ഈ ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ മെട്രിക്സ് കിട്ടും. ഈ എഴുതിയിരിക്കുന്ന സിമ്പൽ ഇക്വലൻ്റ് ടു എന്നുള്ള, ഈക്വൽ അല്ല പക്ഷേ ഈക്വലൻ്റ് ആണ് എന്നുള്ള രീതിക്കാണ് ആ സിമ്പൽ എഴുതിയിരിക്കുന്നത്. ഓക്കെ, സോ ഇക്വലൻ്റ് അതാണ് ഈ ഒരു സിമ്പലിൻ്റെ മീനിങ്. അപ്പം അതിനെ ചേഞ്ച് വരുത്തുകയാണ്, പക്ഷെ അത് ഒറിജിനൽ മെട്രിക്സിന് ഇക്വലൻ്റ് ആണ് എന്നാണ് പറയുന്നത്. സോ ഇക്വലൻ്റ് ടു ദാറ്റ് മെട്രിക്സ്. അങ്ങനെ ഈ ചേഞ്ചും കൂടിയും വരുത്തിയ സമയത്ത് നമുക്കിതെന്ത് ഫോമിലായി മാറി? എഷ്ലോൺ ഫോമിലായി. ഫസ്റ്റ് റോയിലുള്ള ഫസ്റ്റ് എലമെൻറ്റ് 1, താഴെയുള്ള എലമെൻറ്റ്സ് മൊത്തം 0. സെക്കൻഡ് റോയിലുള്ള സെക്കൻഡ് എലമെൻറ്റ് 1, താഴെയുള്ളത് മൊത്തം 0. പിന്നെ ഈ ഓപ്പറേഷൻ ചെയ്തപ്പോൾ താഴത്തെ 2 റോസും 0s ആയിപ്പോയി. ആയിട്ടില്ലായിരുന്നെങ്കിൽ തേർഡ് റോയിലും സ്റ്റാർട്ടിങ് എലമെൻറ്റ് 1 ആവണമായിരുന്നു. പക്ഷേ ഇത് 0 ആയതുകൊണ്ട് പിന്നെ നോക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ എഷ്ലോൺ ഫോമിലോട്ട് മാറ്റിക്കഴിഞ്ഞു. ഇനി നമ്മൾ നോക്കുന്നത് എയുടെ റാങ്ക് എന്താണെന്നാണ്. റാങ്ക് എന്ന് പറയുന്നത് എന്തായിരുന്നു? നോൺ 0 റോസിൻ്റെ എണ്ണം, മുഴുവൻ 0 അല്ലാത്ത റോസിൻ്റെ എണ്ണം എന്ന് പറയുമ്പോൾ ഇവിടെ മുഴുവൻ 0s അല്ലാത്ത എത്ര റോസാണുള്ളത്? 2 റോസ് അല്ലേ ഉള്ളത്. ഈ റോയിലുമാണ് മുഴുവൻ 0s അല്ലാത്ത 2 റോസ്. അപ്പോൾ റാങ്ക് ഓഫ് എ എന്ന് പറയുന്നത് എന്താണ് ഇവിടെ? റാങ്ക് ഓഫ് എ ഈസ് ഈക്വൽ ടു 2 ആണ്. 2 റോസ് ആയതുകൊണ്ട് റാങ്ക് എന്താണ്? 2 ആണ്. ഇനി ഇവിടുത്തെ അൺനോൺസ്, അതാണ് അടുത്തത് നോക്കേണ്ടത്. അൺനോൺസ് വാരിയബിൾസ്, എത്ര വാരിയബിൾസ് ഉണ്ട് നമുക്കിവിടെ? XYZ W എന്ന് പറയുന്ന 4 വാരിയബിൾസ് അല്ലേ. സോ നമ്പർ ഓഫ് അൺനോൺസ് എന്ന് പറയുന്നത് 4 ആണ്. ഇനി കണ്ടീഷൻ എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ റാങ്ക് എന്ന് പറയുന്നത് അൺനോണിനേക്കാളും കുറവാണെങ്കിൽ, ഇഫ് ആർ ലെസ് ദാൻ n then there are നോൺ ട്രിവിയൽ സൊല്യൂഷൻസ്. നോൺ ട്രിവിയൽ സൊല്യൂഷൻസ് എന്ന് പറയുന്നത്, ട്രിവിയൽ എന്ന് പറഞ്ഞാൽ എല്ലാം 0. അപ്പോൾ ഹോമോജീനിയസിൻ്റെ കേസിൽ നമുക്ക് സൊല്യൂഷൻ എന്ന് പറയുന്നത് ഒന്നുകിൽ ട്രിവിയൽ അല്ലെങ്കിൽ നോൺ ട്രിവിയൽ, അങ്ങനെയാണ് നമുക്ക് സൊല്യൂഷൻ ഉണ്ടാവുക. ട്രിവിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സും വൈയും സെഡും ഡബ്ല്യൂയും ഒക്കെ 0. നോൺ ട്രിവിയൽ എന്ന് പറഞ്ഞാൽ അല്ലാത്ത വാല്യൂസ് ആയിരിക്കും ആൻസർ എന്നുള്ളത് ആണ് അതിൻ്റെ കൺസെപ്റ്റ്. അപ്പോൾ ഇവിടെ ആർ ലെസ് ദാൻ n ആണെങ്കിൽ നോൺ ട്രിവിയൽ സൊല്യൂഷൻ ആയിരിക്കും. മുഴുവൻ 0 ആയിട്ടുള്ള സൊല്യൂഷൻ അല്ല ഉണ്ടാവുക, അല്ലാത്ത വാല്യൂസൊക്കെ ഉണ്ടാവാം. അപ്പോൾ നോൺ ട്രിവിയൽ സൊല്യൂഷൻ ആണെന്ന് നമുക്ക് അതിൽ നിന്ന് ഐഡൻറ്റിഫൈ ചെയ്യാം. ഇനി നമുക്ക് സൊല്യൂഷൻ കിട്ടണം. സൊല്യൂഷൻ കിട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? ആസ് യൂഷ്വൽ AX ഈസ് ഈക്വൽ ടു B ആയിരുന്നു അവിടെ. ഇവിടെ ഇപ്പോൾ AX ഈസ് ഈക്വൽ ടു 0 ഫോമിൽ മെട്രിക്സ് എഴുതുന്നു. എ എന്ന് പറഞ്ഞ് എഴുതുന്നത് നമുക്കിങ്ങനെ എഷ്ലോൺ ഫോമിലോട്ട് മാറ്റിയത്. പിന്നെ AX ഈസ് ഈക്വൽ ടു 0 എന്ന് എഴുതി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ റിവേഴ്സായിട്ട് എന്ത് ചെയ്യാം? ഇക്വേറ്റ് ചെയ്യാം. അപ്പോൾ ആദ്യം ലാസ്റ്റ് റോയിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എല്ലാം 0 ആയതുകൊണ്ട് അത് നോക്കണ്ട. പിന്നെ തൊട്ട് താഴത്തെ തന്നെ മുകളിലത്തെ റോ, പിന്നെ സെക്കൻഡ് റോ നോക്കുമ്പോൾ എന്ത് വരും നമുക്ക്? 0 ഇൻറ്റു എക്സ് പ്ലസ് 1 ഇൻറ്റു വൈ പ്ലസ് -1 ഇൻറ്റു സെഡ് പ്ലസ് 4/3 ഇൻറ്റു W ഈക്വൽ ടു 0 എന്ന് കിട്ടി. പിന്നെ ഫസ്റ്റിലത്തേതിൽ നിന്ന് നമുക്ക് എക്സ് പ്ലസ്
0 ഇൻറ്റു വൈ പ്ലസ് -1 ഇൻറ്റു സെറ്റ് പ്ലസ് 5/3 ഇൻറ്റു ഡബ്ല്യു ഈസ് ഈക്വൽ ടു 0 എന്ന് വന്നു. അത്തരത്തിൽ നമുക്ക് 2 ഇക്വേഷൻസ് കിട്ടി. ഇനി നമ്മൾ നോക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇതിൽ നിന്ന് എക്സ് വൈ സെഡ് എന്നൊക്കെ പറയുന്നതിന് പകരം നമ്മൾ എ ബി സിയിലോട്ട് നമ്മളതിനെ മാറ്റുകയാണ്. എ ബി സി എന്ന് പറയുന്ന കോൺസ്റ്റൻസിലോട്ട് നമ്മളതിനെ ചേഞ്ച് ചെയ്യാണ്. അപ്പോൾ നമ്മളെ കയ്യിലുള്ളത് ഈ 2 ഇക്വേഷൻസാണ്. അപ്പോൾ റിവേഴ്സായിട്ട് നമ്മൾ ഇക്വേഷൻ കൺസിഡർ ചെയ്യുക. അപ്പം ഏറ്റവും ബാക്കിൽ നിന്ന് സെക്കൻഡ് റോയിലുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് y ഈക്വൽ ടു എന്ന് പറഞ്ഞ് ഇക്വേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സെഡിനും ഡബ്ല്യുവിനും നമ്മൾ 2 വേരിയബിൾസിന് നമ്മൾ കോൺസ്റ്റൻസ് ആയിട്ട് എ ബി എന്ന് പറഞ്ഞിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. എന്നാലേ നമുക്ക് y ഈക്വൽ ടു എൻ്റെയും ബീൻ്റെയും ടേംസിലോട്ട് മാറ്റാൻ പറ്റും. അപ്പോൾ എത്ര എണ്ണത്തിന് ഇങ്ങനെ കോൺസ്റ്റൻസ് കൊടുക്കണം എന്നുള്ളത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാം, n-r കണ്ടു നോക്കുക. n-r എന്ന് പറയുന്നത് ഇവിടുത്തെ നമ്പർ ഓഫ് അൺനോൺസ് മൈനസ് റാങ്ക്. അപ്പോൾ 4 - 2 എന്ന് പറയുമ്പോൾ നമുക്ക് 2 എന്നാണ് കിട്ടുന്നത്. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം 2 വേരിയബിൾസിന് വേണം നമ്മളിങ്ങനത്തെ കോൺസ്റ്റൻറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, 2 വേരിയബിൾസിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം സെഡിനും ഡബ്ല്യുവിനും നമ്മൾ എ ബിന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പം ഡബ്ല്യുവിന് മാത്രം ചെയ്താൽ മതിയോ എന്നുള്ളത് നമ്മൾ ഇങ്ങനെ ചെക്ക് ചെയ്തിട്ടാണ് അത് കൺഫേം ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ 2 കിട്ടിയത് കൊണ്ട് തന്നെ ഇനിയിപ്പോൾ 4 - 3 = 1 ആയിരുന്നെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒന്നിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ തന്നെ നമുക്ക് ആൻസറിലോട്ട് എത്താൻ പറ്റുമായിരുന്നു. ഡബ്ല്യു ഈക്വൽ ടു എ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ തന്നെ നമുക്ക് ബാക്കിയുള്ളതിൻ്റെയൊക്കെ വാല്യൂസ് കണ്ടെത്താമായിരുന്നു. പക്ഷേ ഇവിടെ അത് പോസിബിൾ അല്ല. സോ ഇവിടെ 2 ആണ് കിട്ടിയത്. അപ്പോൾ സെഡിനും ഡബ്ല്യുവിനും നമ്മൾ എ ബിന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ നമുക്ക് വൈന് അതിൻ്റെ ടേമിലോട്ട് നമുക്ക് എത്താൻ പറ്റും. y ഈസ് ഈക്വൽ ടു എന്തായിരിക്കും വരിക, y ഈസ് ഈക്വൽ ടു ഈ y മൈനസ് സെഡ് പ്ലസ് 4/3 ഡബ്ല്യുവിൻ്റെ സ്ഥാനത്ത് y മൈനസ് എ പ്ലസ് 4/3 ഇൻറ്റു ബി എന്ന് വരും. അതായത് y ഈസ് ഈക്വൽ ടു മൈനസ് എ റൈറ്റ് സൈഡിലോട്ട് പോകുമ്പോൾ പ്ലസ് എ മൈനസ് 4/3 ബി എന്ന് വരും. y ഈസ് ഈക്വൽ ടു ഇനി അത് കിട്ടിയത് മൊത്തം ഫസ്റ്റ് ഇക്വേഷനിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഫസ്റ്റ് ഇക്വേഷനിൽ കൊടുത്തു കഴിഞ്ഞാൽ x ഈക്വൽ ടു അതിൻ്റെ ടേമിലോട്ട് എത്തും. അപ്പം x ഈസ് ഈക്വൽ ടു എന്ത് ചെയ്യുക, മൈനസ് സെഡും റൈറ്റ് സൈഡിലോട്ട് പോവുക, 5/3 ഡബ്ല്യു ഈക്വൽ ടു റൈറ്റ് സൈഡിലോട്ട് പോയാൽ x ഈസ് ഈക്വൽ ടു സെഡ് മൈനസ് 5/3 ഡബ്ല്യു എന്ന് വരും. അപ്പോൾ x ഈസ് ഈക്വൽ ടു സെഡ് മൈനസ് 5/3 ഡബ്ല്യുവിൽ സെഡിൻ്റെ സ്ഥാനത്ത് നമ്മൾ എ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, ഡബ്ല്യുവിൻ്റെ സ്ഥാനത്ത് നമുക്ക് കിട്ടിയിരുന്നത് എന്തായിരുന്നു, ബിയും. സോ നമുക്ക് എന്ത് വരുന്നു, എ മൈനസ് 5/3 ഡബ്ല്യു. സോ അങ്ങനെയാണ് നമ്മൾ ഫൈനൽ ജനറൽ സൊല്യൂഷൻ എഴുതുന്നത്. എക്സിൻ്റെയും വൈൻ്റെയും സെഡിൻ്റെയും ടേമിലല്ല, ഓരോന്നിനും എന്താണ് കിട്ടുന്നത് എന്നാണ് എഴുതേണ്ടത്. ഓക്കെ, സോ അങ്ങനെ അത് സോൾവ് ചെയ്തു. ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. ആസ് യൂഷ്വൽ എ എന്ന് പറയുന്ന മെട്രിക്സ്, എക്സ് എന്ന് പറയുന്ന മെട്രിക്സ് എഴുതുക. എന് എന്ത് ചെയ്യുന്നു, നമ്മൾ എഷ്ലോൺ ഫോമിലോട്ട് മാറ്റി. സോ എഷ്ലോൺ ഫോമിലോട്ട് മാറ്റി കഴിഞ്ഞാൽ അടുത്തത് റാങ്ക് നോക്കുക. ഇവിടെ എൻ്റെ റാങ്ക് എന്ന് പറയുന്നത് 2 നോൺ സീറോ റോസ് ആയതുകൊണ്ട് റാങ്ക് 2 ആണ്. ഇനി ഇവിടുത്തെ അൺനോൺസിൻ്റെ എണ്ണം എന്ന് പറയുന്നത് എത്രയാണ്, എക്സ് വൈ സെഡ് ടി 4 എണ്ണമാണ്. സോ r<n ആണ്. റാങ്ക് എന്ന് പറയുന്നത് 2<4 ആണ്. സോ നമുക്ക് എന്തുണ്ടാവും, നോൺ ട്രിവിയൽ സൊല്യൂഷനാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഇനി എത്ര നോൺ ട്രിവിയൽ സൊല്യൂഷൻസ് നമുക്ക് കണ്ടെത്തണം. അപ്പം കണ്ടെത്താൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു, എക്സ് ഈസ് ഈക്വൽ ടു 0 ഫോമിൽ മെട്രിക്സ് എഴുതിയിട്ട് ഈ മെട്രിക്സ് ആണ് എഴുതേണ്ടത്. എന്നിട്ട് നമ്മൾ റിവേഴ്സായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതിനെ റിവേഴ്സിൽ എഴുതുമ്പോൾ ലാസ്റ്റ് റോയിൽ തുടങ്ങുക. ലാസ്റ്റ് റോ എന്ന് പറയുമ്പോൾ 0 × x + 0 × y + 0 × z + 0 × t. അപ്പോൾ അതിൽ നിന്ന് പ്രത്യേകിച്ച് ഒന്നും കിട്ടാനില്ല. ഇനി സെക്കൻഡ് റോയിൽ എഴുതുക. സെക്കൻഡ് റോയിൽ എഴുതുമ്പം 0 × x + -2 × y. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക, -2y + 3z - 2t = 0 എന്നാണ് വരുന്നത് അല്ലേ. ഇത് വേണം ശരിക്കും ഫസ്റ്റ് എഴുതാൻ. റിവേഴ്സായിട്ട് പോകുന്നതാണ് ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ്. ഇനി ഇതിൽ നിന്ന് നിങ്ങൾ നോക്കുക, നമുക്കിവിടെ എന്നിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 4 ആയിരുന്നു, ആറിൻ്റെ വാല്യൂ 2 ആണ്. സോ n - r എന്ന് പറയുമ്പം നമുക്ക് 2 വരും. n - r 2 കിട്ടിയത് കൊണ്ട് തന്നെ 2 വേരിയബിൾസിന് നമുക്ക് ആർബിട്രറി കോൺസ്റ്റൻസ് കൊടുക്കണം എന്ന് മനസ്സിലായി. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു,
രണ്ട് വേരിയബിൾസിന് ആർബിട്രറി കോൺസ്റ്റൻറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സെഡിനും ടിക്കും എ ബി എന്ന് കൊടുത്തു. സെഡിനും ടിക്കും എ ബി എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടുന്ന് നമുക്ക് വൈനെ ഇങ്ങനെ മോഡിഫൈ ചെയ്ത് കഴിഞ്ഞാൽ വൈനെ ഇങ്ങനെ ഇക്വേഷനിലോട്ട് എഴുതി കഴിഞ്ഞാൽ 3/2 സെഡിൻ്റെ സ്ഥാനത്ത് എ 3/2 എ മൈനസ് ബി എന്ന് എഴുതിക്കൂടെ വൈന? ശരിയല്ലേ? ഇതിൽ നിന്ന് എങ്ങനെയാണ് ഇങ്ങനെ മാറ്റുന്നതെന്ന് മനസ്സിലായോ? -2y + 3z - 2t = 0 നിന്ന് y = എഴുതാൻ വേണ്ടി ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു? -2y അവിടെ തന്നെ വെക്കുന്നു, +3yയും -2tയും റൈറ്റ് സൈഡിലോട്ട് പോകുമ്പോൾ അപ്പോൾ -3z + 2t വരുന്നു. ശരിയല്ലേ? അപ്പോൾ -2y = -3z + 2t. ഇനി -2 എന്ത് ചെയ്യുക? റൈറ്റ് സൈഡിലോട്ട് പോകുമ്പോൾ y = -3/-2 എന്ന് പറയുമ്പോൾ 3/2z അവിടെ എന്ത് വരും? 2/2t എന്ന് പറയുമ്പോൾ വെറും t എന്ന് വരും. അങ്ങനെയാണ് y = ഇത് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, സോ y = കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? അവിടെ സെഡിനും ടിക്കും നമ്മൾ എ ബി എന്ന് കൊടുത്തിരുന്നു, അതവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ y = നമുക്ക് 3/2a - b എന്ന് കിട്ടും. അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെയാണ് നമ്മൾ ഫസ്റ്റ് റോയിനെ മൾട്ടിപ്ലൈ ചെയ്യുന്നത്. 1 × x + 1 × y + -1 × z + 1 × t = 0 എന്ന് ഇക്വേറ്റ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഈ ഇക്വേഷൻ കിട്ടുന്നു. അതിൽ നിന്ന് x = നമുക്ക് എന്തെഴുതാം? x = -y + z - t എന്ന് എഴുതാം അല്ലേ? ഇനി നമുക്ക് കിട്ടിയ സെഡിൻ്റെയും ടീൻ്റെയും എ ബീസൊക്കെ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരുന്നു? ഇവിടുന്ന് ആക്ച്വലി x = -y + z - t എന്നാണ് വരിക അല്ലേ? അപ്പോൾ ഇവിടുന്ന് z = a t = b ആണ്. അപ്പോൾ z = a t = b. yക്ക് നമുക്ക് എന്താണ് കിട്ടിയത്? y = 3/2a - b എന്നാണ്. അപ്പം 3/2a - b എന്ന് പറയുമ്പം -3/2a + b എന്ന് വരും. -3/2a + b പിന്നെ എന്ത് വരും? അപ്പോൾ അവിടെ നമുക്ക് അങ്ങനെ ചെയ്യുന്നതിന് പകരം വേണമെങ്കിൽ ഇവിടെ തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് എന്ത് വരും? x + yൻ്റെ സ്ഥാനത്ത് നമുക്ക് x + yൻ്റെ സ്ഥാനത്ത് y = നമുക്ക് എന്താ കിട്ടിയത്? 3/2a - b എന്നല്ലേ? അപ്പം +3/2a - b പിന്നെ -z-ൻ്റെ സ്ഥാനത്ത് നമുക്ക് z = എന്താണ്? a ആണ്. സോ -a പിന്നെ +tൻ്റെ സ്ഥാനത്ത് b ആണ്. അപ്പം +b എഴുതി. ഇവിടെ നിന്ന് തന്നെ നമുക്ക് ഏതൊക്കെ വെട്ടിപ്പോവും? ഈ +bയും -bയും ക്യാൻസൽ ആവില്ലേ? പിന്നെ 3/2a - a എന്ന് പറയുമ്പോൾ എന്താ വരിക? 1/2a അല്ലേ വരിക? 3/2ൽ നിന്ന് 1 മൈനസ് ചെയ്താൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3 - 2/2 അതായത് 1/2 എന്ന് വരും. അപ്പോൾ x + 1/2a = 0 എന്നല്ലേ വരിക? അപ്പോൾ x + 1/2a = 0 ആണെങ്കിൽ x = -1/2a അല്ലേ വരിക? സോ ഫൈനൽ ആൻസർ x = -1/2a ആണ്. പക്ഷേ ഇവിടെ എഴുതിയതിൽ മിസ്റ്റേക്ക് ഉണ്ട്. x = -1/2 z എന്നല്ല കിട്ടുക. x = ഇതിൽ നിന്ന് നമുക്ക് എന്താ കിട്ടുക? x = -y + z - t എന്നാണ് കിട്ടുന്നത്. ഓക്കെ, സോ ഇത് മിസ്റ്റേക്കാണ്. കറക്റ്റ് ചെയ്തിട്ട് നോട്ടിലോട്ട് എഴുതാം. ഓക്കെ, അത്രയാണ്. അപ്പോൾ ഇനി നിങ്ങൾക്ക് ഏതിലെങ്കിലും ഇവിടുത്തെ റാങ്കും കോയിഫിഷ്യൻറ്റും ഈക്വൽ ആണെങ്കിൽ നിങ്ങൾ ഇത്രയും പറഞ്ഞാൽ മതി. അവിടെ എന്താണ്? ട്രിവിയൽ സൊല്യൂഷൻ ആണ് ഉണ്ടാവുക. അതായത് x = y = z = t = 0 ആണെന്നാണ് പറയുക. അതായത് ഇവിടുത്തെ റാങ്ക് എന്ന് പറയുന്നത് n അല്ലേ കിട്ടുന്നത്. പകരം r = n എന്ന് പറയുന്ന ഒരു കേസ് വരികയാണെങ്കിൽ നമുക്ക് പറയാം സൊല്യൂഷൻ ഈസ് നോൺ ട്രിവിയൽ എന്നല്ല, സൊല്യൂഷൻ ട്രിവിയൽ ആണെന്ന്. സൊല്യൂഷൻ ട്രിവിയൽ ആണെന്നുള്ളതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ഈ വാരിയബിൾസിൻ്റെ ഒക്കെ വാല്യൂസ് =
0 ആയിരിക്കും എന്നാണ്. ഓക്കെ, ആ ടൈപ്പ് പ്രോബ്ലം അവിടെ ഇല്ല, പക്ഷെ അത് മനസ്സിലാക്കി വെക്കാം. ഓക്കെ, താങ്ക് യു.